നിങ്ങളുടെ ഗറാഷുകളിലെ കൺസ്യൂമബിൾ ടൂൾസ് അതിന് നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് ചാർജ് ഈടാക്കാറുണ്ടോ? പൊതുവെ നമ്മളുടെ ഗറാഷിയൻ GBOs ആയിക്കോട്ടെ, നമ്മളുടെ അവിടെ നിൽക്കുന്ന ഓട്ടോ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെ ഒരു വിചാരം നമ്മൾ ഈ ടൂൾസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. സംഭവം ശരിയാണ് എങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം, സ്വിഫ്റ്റിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ നമ്മൾ T45 ഉപയോഗിക്കുന്നു. നമുക്ക് കിട്ടുന്ന T45 ഇപ്പോൾ ഏകദേശം 120 മുതൽ 480 രൂപ വരെയുള്ള T45 നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഏത് ക്വാളിറ്റിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് ഒടിയുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ എത്ര അതിന് പല കാരണങ്ങളുണ്ടാകാം. കാരണം ഒരു ടൂള് ഡിസൈൻ ചെയ്തതിനേക്കാളും ടോർക്ക് അതിൻ്റെ മുകളിൽ ലോഡാവുകയോ അല്ല അത് ഉപയോഗിക്കേണ്ട പെർഫെക്റ്റ് രീതിയിലല്ല അത് പിടിച്ചിരിക്കുന്നത്, ഈ ഒക്കെ കാരണം കൊണ്ടൊക്കെ ഇത് ഒടിഞ്ഞു പോകാം. അപ്പോൾ അങ്ങനെ വരുന്ന ടൂളുകളാണ്. അതേപോലെ തന്നെയാണ് അലോയ് വീലിൻ്റെ വീൽ നട്ടുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമ്പാക്റ്റ് ഗൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ CRMO സോക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ CRMO സോക്കറ്റിൻ്റെ വോൾ തിക്നെസ് കൂടുതലായതുകൊണ്ട് പലപ്പോഴും ഇത് അലോയ് വീലിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. നമ്മൾ CRV സോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് അഴിക്കുക. ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന മാനുഫാക്ചറാണ്, നമ്മളല്ല. അപ്പം നമ്മൾക്ക് കിട്ടിയത് കൊണ്ട് അഴിക്കുമ്പോൾ CRV സോക്കറ്റ് ഉപയോഗിക്കുമ്പോൾ CRVക്ക് ബ്രിട്ടിൽനെസ് കൂടുതലാണ്, അത് പൊട്ടും. 2 CRV ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗണ്ണിൻ്റെ അൻവിയിൽ തേഞ്ഞു പോകും. ഇത് 2 സഹിക്കുന്ന ആരാണ്? നമ്മളാണ്. അപ്പോൾ ഇത്തരം ടൂളുകളെയാണ് കൺസ്യൂമബിൾ ടൂൾസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ കുത്തിവെക്കാനായ പഞ്ഞി, സിറിഞ്ച്, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് പോലെ നമ്മുടെ ഗറാഷിലെ പഞ്ഞിയും സിറിഞ്ചുമാണ് ഈ പറഞ്ഞ ഐറ്റംസ്. ഈ ബ്രിട്ടിൽനെസ് കൂടി പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഇതിന് നിങ്ങൾ കസ്റ്റമറെ ചാർജ് ചെയ്യണം. നിങ്ങളത് ഭയങ്കരമായ എത്തിക്സൊക്കെ വെച്ചിട്ട് അത് മര്യാദയല്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. അതിൻ്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നിർബന്ധമായും ഇത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ലോസ് വരും. ആ ലോസ് നമ്മുടെ തൊഴിലാളികൾ ബാധിക്കും, സ്ഥാപനത്തിന് ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. നമ്മൾക്ക് കരയാനേ നേരമുണ്ടാകും.